ഹലോ ഗൈസ്, ഉണ്ണിക്കണ്ണനെ സ്കൂളിലാക്കിയതിന് ശേഷം എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല ഗൈസ്, ബുധനാഴ്ച ആവുമ്പോഴത്തേക്ക് അവന് ഒരു ഡേകൾ കൊടുക്കും. അതായത് വെജിറ്റബിൾ ഡേ, ഫ്രൂട്ട്സ് ഡേ. കഴിഞ്ഞ ബുധനാഴ്ച അവന് ആപ്പിൾ ഡേ ആയിരുന്നു. ആപ്പിൾ ഡേ ആയതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ആപ്പിൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയോ വരച്ച് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് വരയ്ക്കാനൊന്നും നിന്നില്ല. ഒരു ആപ്പിൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയാൻ എന്തായാലും ഞാൻ ആയുധങ്ങളുമായി പുറപ്പെട്ടു. ആദ്യം ചെറുതായിട്ടൊന്ന് പളിയെങ്കിലും വെച്ച കാല് പുറകോട്ട് വെക്കാതെ ഞാൻ മുന്നോട്ട് തന്നെ പോയി. എവിടം വരെ എത്തും എന്താവുമെന്നൊന്ന് നോക്കാം. പക്ഷെ ഭയങ്കര ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം എന്താ, ഈ തെർമോക്കോളും ഞാൻ ഈ പറയുന്ന ആശാമ്പിൾ ചെയ്ത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. ഇത് വെച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനെ പരുപരുത്തിരുന്ന ആപ്പിൾ. എന്നാലും കുഴപ്പമില്ല, നമ്മളെ പിള്ളേരെ പറ്റിക്ക് ഇതൊക്കെ മതിയല്ലോ എന്ന് കരുതി അങ്ങനെ ഏകദേശം ഒരു ആപ്പിളിൻ്റെ ഷേപ്പാക്കി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡെമോയ്ക്ക് ഞാനൊരു ആപ്പിൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ആപ്പിൾ എങ്ങനെയാണോ അതുപോലെ നോക്കിയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ കറക്റ്റ് പെർഫെക്റ്റ് ഒന്നും ആയില്ലെങ്കിലും ഏകദേശം ഒപ്പിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ ആപ്പിളിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം മുകളിലും തള്ളി ചെറിയൊരു കുഴി പോലെ ഉണ്ടല്ലോ, നമ്മുടെ തണ്ട് വരുന്ന ഭാഗവും ആ ചുവട് വരുന്നതും കേട്ടോ, അവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള 2 ഹോൾ ഇട്ട് കൊടുക്കാം. അത് ഞാനൊരു പേന വെച്ച് ഇങ്ങനെ വരച്ചതിന് ശേഷം അതിങ്ങനെ കുറച്ച് കുത്തിയെടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ആ ഹോളങ്ങായി കേട്ടോ. അതിന് കൂടുതൽ പണിയൊന്നും എനിക്ക് എടുക്കേണ്ടി വന്നില്ല. പണിയെടുക്കേണ്ടതൊക്കെ ആ ഷേപ്പാക്കി എടുക്കുന്നതിനായിട്ടായിരുന്നു. ആപ്പിൾ പിടിച്ചിരിക്കുന്നത് എന്തതിനകത്താണ്? ഒരു മരത്തിനകത്ത് ചെറിയ തണ്ടിനകത്തല്ലേ ആപ്പിൾ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ആ മരവും തണ്ടും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത്, ആ തണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു തെർമോക്കോൾ കട്ട് ചെയ്ത് ഒരു തണ്ട് പോലെ അങ്ങ് ആക്കിയെടുത്ത്. ഇനിയാണ് എൻ്റെ കളർ പരിപാടി. റെഡ് മൊത്തത്തിലങ്ങ് വാരി പൂശിയെടുത്ത്. ഗൈസ്, ഇത്രയും ചുമന്ന ആപ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞിട്ടോ, ഞാനും കണ്ടിട്ടില്ല. അതുപോലെ റെഡായിരുന്നു. കിടക്കട്ടെന്ന് ഞാനും കരുതി. ആപ്പിൾ ആകുമ്പോൾ കുറച്ച് ചുമന്നൊക്കെ ഇരിക്കണം എന്ന് കരുതി ആ റെഡ് മൊത്തം ആ ആപ്പിളിനകത്ത് വാരി അങ്ങ് പൂശി, അല്ല ആ തെർമോക്കോളിൽ വാരി അങ്ങ് പൂശി കൊടുത്തു ഗൈസ്. അങ്ങനെ ഫുള്ള് റെഡ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആപ്പിളിൻ്റെ ഏകദേശം കലാപരിപാടികൾ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ടിനൊരു കളർ അടിച്ചു കൊടുക്കാം. അതിനൊരു ബ്രൗൺ കളർ ഇരിക്കട്ടെ എന്ന് കരുതി പിന്നെ കുറച്ച് പശയും കൂടി തേച്ച് തണ്ട് ഒട്ടിച്ച് കൊടുത്തപ്പോഴത്തേക്ക് ആപ്പിൾ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെച്ച് നോക്കിയപ്പം എന്തോ ഒരു കുറവ്. നോക്കാൻ നേരത്തെ മറ്റേ ആപ്പിളിൽ താണ്ട് ഇതുപോലെ മഞ്ഞ വരകളുണ്ട്. അങ്ങനെ ഞാൻ ആ മഞ്ഞ വരകളും ഇട്ട് കൊടുത്തു ഗൈസ്. അങ്ങനെ ഞാൻ നോക്കാൻ നേരത്തെ ഗൈസ്, എൻ്റെ ആപ്പിൾ റെഡി ആയിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരു തൃപ്തി വരുന്നില്ല. അപ്പോഴല്ലേ മനസ്സിലായ ആപ്പിളിനൊരു ഇലയില്ലെന്ന്. തണ്ട് വെച്ചോ പിന്നെ ഇല വേണ്ടേ. അങ്ങനെ ഞാനൊരു ഇലയും കൂടി തെർമോക്കോളിലങ്ങ് സെറ്റ് ചെയ്ത് ചെറിയൊരു ഇലയും കട്ട് ചെയ്ത് അതിനകത്തൊരു പച്ച പെയിൻറ്റും കൂടി അടിച്ചപ്പോഴത്തേക്ക് ആപ്പിളിൻ്റെ ഇലയും സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി നിങ്ങളൊന്ന് നോക്ക്, ആപ്പിളിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് ആ ഇല വന്നപ്പോഴത്തേക്ക്. ഇപ്പം ഏതാണ്ട് ആപ്പിളാണെന്നൊക്കെ പറയും അല്ലേ, എനിക്കും തോന്നി. അപ്പം എൻ്റെ ആപ്പിൾ കഴിക്കാൻ അതുവഴി ഒരു ഉറുമ്പ് വന്നു. അയ്യോ ഉറുമ്പ്, ഞാൻ പറ്റി ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ ആപ്പിളാണ്.